എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കയ്പില്ലാത്ത ഒരു ഉഗ്രൻ പാവയ്ക്ക തോരനാണ്. ഇവിടെ ഞാൻ പാവയ്ക്ക പുളിയിട്ട് പിഴിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ഉപ്പിട്ട് പിഴിഞ്ഞ് കളയുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണമൊന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോൾ ഇതിലെ കയ്പ്പ് കുറയും, ഒരു വെറൈറ്റി ടേസ്റ്റ് തരികയും ചെയ്യുന്നു. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനിതിനായിട്ട് ഒരു വലിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാങ്ങയാണ്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം പുളിയൊക്കെയുള്ള ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത്, ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഒരു മീഡിയം സൈസ് സവോള, അരമുറി തേങ്ങ എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയ പാവയ്ക്ക കുരു കളഞ്ഞൊക്കെ എടുത്തതാണ്. അത് നല്ലപോലെ കുത്തി അരിയണം. ഇപ്പം ചിലർക്കെങ്കിലും പാവയ്ക്ക ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ മാങ്ങയും നന്നായിട്ട് കുത്തി അരിയുക. മാങ്ങയൊക്കെ അവരുടെ പുളിക്കനുസരിച്ച് എടുക്കണം കേട്ടോ. അപ്പം നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഈ ചെറിയൊരെണ്ണം മതിയാവും. പുളി കുറവാണെങ്കിൽ 1.5 മാങ്ങ അല്ലെങ്കിൽ 2 മാങ്ങയൊക്കെ ചേർക്കാവുന്നതാണ്. പുളി കൂടുന്നതനുസരിച്ച് അതിലെ കയ്പ്പ് കുറയുകയും ചെയ്യുന്നു. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി കൊത്തി അരിഞ്ഞ് വെച്ച സവോളയും ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പച്ചമുളക് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 4 പച്ചമുളക് നെടുകെ കീറിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ പച്ചമുളകൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കണം കേട്ടോ. നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച പാവയ്ക്കയും മാങ്ങയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കണം. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ തേങ്ങ ഞാനിവിടെ മിക്സിയിൽ അരച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനകത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ പാവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഈസി ആയിട്ടുള്ള കയ്പില്ലാത്ത പാവയ്ക്ക തോരനാണിത്. അപ്പോൾ പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.